ഡ്രൈവിംഗ് ലൈസൻസ് വിഷയത്തിൽ സർക്കാരിന് തിരിച്ചടി. ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണം ഹൈക്കോടതി റദ്ദാക്കി. ഗതാഗത കമ്മീഷണറുടെ സർക്കുലറും ഉത്തരവുകളും സിംഗിൾ ബെഞ്ച് റദ്ദാക്കി. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ഹർജികളിലാണ് ഹൈക്കോടതിയുടെ ഈ നടപടി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, വലിയ നിലയിൽ സർക്കാർ വലിയ കൊട്ടിഘോഷിച്ച് നടപ്പാക്കിയതാണ് ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണം. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതി ഈ നീക്കം റദ്ദാക്കിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ രേഷ്മ. വിനോദ്, നേരത്തെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുന്നതെന്നുള്ളതായിരുന്നു ഗതാഗത വകുപ്പ് കമ്മീഷണർ അല്ലെങ്കിൽ ഗതാഗത കമ്മീഷണർ പറഞ്ഞിരുന്നത്. ഇതിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചു. അതിൽ വിശദമായിട്ട് നേരത്തെ തന്നെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വാദം കേൾക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വിധി വന്നിരിക്കുന്നത് ഈ ഗതാഗത കമ്മീഷണർ ഇറക്കിയ ഉത്തരവുകളും അതോടൊപ്പം തന്നെ മറ്റ് സർക്കുലറുകളും റദ്ദാക്കുന്നു എന്നുള്ളതാണ്. അതായത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ചില മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ചു. അതിൽ ഏറ്റവും പ്രധാനം 15 വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള വാഹനങ്ങൾ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു ഗതാഗത കമ്മീഷണറുടെ ഒരു മാനദണ്ഡം, ഇറക്കിയ ഉത്തരവിലെ പ്രധാനപ്പെട്ട മാനദണ്ഡം. അതുമാത്രമല്ല, അതിനൊരു കാരണമായിട്ട് കമ്മീഷണർ പറഞ്ഞിരുന്നത് ഈ പഴക്കം ചെന്ന വാഹനങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യയ്ക്ക് അനുസൃതമല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾ ഇത്തരത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. അതുമാത്രമല്ല, ഈ പരിശീലന കേന്ദ്രങ്ങൾ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കണമെന്നുള്ള ഒരു മാനദണ്ഡം കൂടി പരിഷ്കരിച്ചുകൊണ്ട് ഉത്തരവിൽ ഇറക്കുകയും ചെയ്തിരുന്നു. ഇത് വലിയ രീതിയിൽ തിരിച്ചടി, ഈ കമ്പ്യൂട്ടറൈസ്ഡ് കേന്ദ്രങ്ങളാക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളതായിരുന്നു ഈ പറയുന്ന ഹർജിക്കാരായിട്ടുള്ള ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ മറ്റൊരു വാദം. അതുമാത്രമല്ല, ഒരു ഏകപക്ഷീയമായിട്ടും നിയമവിരുദ്ധവുമായിട്ടാണ് ഗതാഗത കമ്മീഷണർ ഇത്തരത്തിലൊരു ടെസ്റ്റ് പരിഷ്കരണ ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. അത് കേന്ദ്ര നിയമത്തിന്റെ അധികാര പരിധിയിൽ വരുന്നതാണ്. അതിൽ സംസ്ഥാനം കടന്നു കയറുന്നു എന്നുള്ളതായിരുന്നു ഈ ഹർജിക്കാർ ഉന്നയിച്ച ഒരു മറുവാദം. കൂടാതെ ഈ ഒരു ഡാഷ്ബോർഡിൽ ക്യാമറ പിടിപ്പിക്കണം തുടങ്ങിയ വാദവും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവുകളും ഗതാഗത കമ്മീഷണറുടെ ഭാഗത്തു നിന്നും ഇറങ്ങിയിരുന്നു. അതുകൂടാതെ തന്നെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് അല്ലെങ്കിൽ ആ ഡ്രൈവിംഗ് സ്കൂളിന്റെ പരിശീലനം നടത്തുന്നവർക്ക് അല്ലെങ്കിൽ പരിശീലിപ്പിക്കുന്നവർക്ക് മിനിമം വിദ്യാഭ്യാസ യോഗ്യത വേണമെന്നുള്ള ഒരു മാനദണ്ഡവും ഗതാഗത കമ്മീഷണർ ഇറക്കിയിരുന്നു. അത് വലിയ രീതിയിൽ നിയമത്തിന് വിരുദ്ധമാണ്. തങ്ങളോട് കൂടിയാലോചന നടത്താതെയാണ് ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ചുകൊണ്ട് ഉത്തരവായിട്ട് ഇറക്കിയതെന്നുള്ള വാദമാണ് ഹർജിക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. എന്തായാലും കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായിട്ടാണ് സംസ്ഥാന ഗതാഗത കമ്മീഷണർ ഉത്തരവിറക്കിയത് എന്നുള്ള വാദം, അത് ഹർജിക്കാരുടെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് പ്രസ്തുത പരിഷ്കരണ ഉത്തരവുകളൊക്കെ തന്നെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിരിക്കുന്നത്. ഗതാഗത വകുപ്പിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ തിരിച്ചടി നൽകിക്കൊണ്ടുള്ളതാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ നടപടി. കാരണം നേരത്തെ ഈ പരിഷ്കരണ ഉത്തരവ് ഇറങ്ങിയ സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടന്നിരുന്നു. അവർ സമരത്തിലേക്ക് പോയിരുന്നു. വലിയ രീതിയിൽ തർക്കങ്ങളും ആക്ഷേപങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ ഉടലെടുത്തിരുന്നു. അതേ സാഹചര്യത്തിൽ തന്നെയാണ് നിയമപരമായിട്ടുള്ള ഒരു പരിരക്ഷ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്തായാലും ഇപ്പോൾ അനുകൂല ഉത്തരവ് അവർക്ക് വന്നിരിക്കുകയാണ്. ഈ പരിഷ്കരണം, അതായത് ഡ്രൈവിംഗ് ടെസ്റ്റ്, ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷയുടെ മാനദണ്ഡങ്ങൾ അത് പരിഷ്കരിച്ച ഗതാഗത കമ്മീഷണറുടെ സർക്കുലറുകളൊക്കെയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് വരുന്നതോടുകൂടി പഴയ രീതിയിലേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിനുള്ള പരീക്ഷകൾ പഴയ രീതിയിലേക്ക് മാറുമെന്ന് വിശ്വസിക്കാൻ കഴിയുമോ? അതോ സർക്കാർ മറ്റൊരു അപ്പീലുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ടോ രേഷ്മ ബാബു? വിനോദ്, ഒരുപക്ഷെ സർക്കാർ അപ്പീലുമായിട്ട് മുന്നോട്ട് പോയേക്കാം. കാരണം ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് അത് കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പരിഷ്കരണ ഉത്തരവ് ഇറക്കിയതെന്നുള്ളൊരു വാദം അല്ലെങ്കിൽ അത് ഒരു കാരണമായിരുന്നു ഗതാഗത കമ്മീഷണർ പറഞ്ഞിരുന്നത്. അത് വലിയ രീതിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യണം, നടപ്പാക്കണമെന്നുള്ള നിലപാട് തന്നെയായിരുന്നു ഗതാഗത മന്ത്രിക്കും ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഹൈക്കോടതിയിൽ നിന്ന് ഏറ്റ തിരിച്ചടി സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു അപ്പീലുമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതകളാണ് ഈ ഘട്ടത്തിൽ കാണുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നിരന്തരം ആവശ്യങ്ങളായിട്ട് അല്ലെങ്കിൽ നിവേദനങ്ങളായിട്ട് ഇതേ സംഭവം തന്നെ, അതായത് ഈ പരിഷ്കരണ ഉത്തരവുകൾ പിൻവലിക്കണം എന്നുള്ളൊരു ആവശ്യം പലതവണ ഗതാഗത വകുപ്പിന് നൽകിയതാണ്. അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു അവർ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് കടന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നിന്നാണ് ഈ റദ്ദാക്കൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചുകൊണ്ടുള്ള ഒരു അനുകൂല ഉത്തരവ് അല്ലെങ്കിൽ ഉടനടി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് സ്റ്റേ
ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചേക്കും. ഡ്രൈവിംഗ് ലൈസൻസിന്റെ പരിഷ്കരണത്തിലാണ് ഹൈക്കോടതി ഇപ്പോൾ ആ നീക്കം റദ്ദാക്കിയിരിക്കുന്നത്. ഗതാഗത കമ്മീഷണറുടെ സർക്കുലറും ഉത്തരവുകളും സിംഗിൾ ബെഞ്ച് റദ്ദാക്കി. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി നടപടി ഉണ്ടായിട്ടുള്ളത്. സർക്കാർ ഇക്കാര്യത്തിൽ അപ്പീൽ പോകാനുള്ള സാധ്യത ഏറെയാണ് എന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു.